കൊടും ചൂടിൽ വലയുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. വേനൽക്കാലത്തിന്റെ തുടക്കത്തിലാണ് യൂറോപ്പും വെന്തുരുകുന്നത്. ഭൂഖണ്ഡമാകെ ഉഷ്ണതരംഗവും അനുഭവപ്പെടുകയാണ്. കാട്ടുതീയും വിവിധ രാജ്യങ്ങളിൽ നാശം വിതയ്ക്കുന്നു. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സ്പെയിനിലും പോർച്ചുഗലിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി 45 ഡിഗ്രി സെൽഷ്യസോളം. സ്പെയിനിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 7 പേർ മരണപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഏറെക്കുറെ സമാന സ്ഥിതിയാണ് ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും. ഫ്രാൻസിൽ സ്കൂളുകളുടെ പ്രവർത്തനത്തിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ പകൽ സമയത്തുള്ള ജോലി മിക്ക രാജ്യങ്ങളും വിലക്കി. ചൂടിൽ നിന്ന് രക്ഷ തേടി കടൽ തീരങ്ങളിലേക്കും സ്വിമ്മിംഗ് പൂളുകളിലേക്കും എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. തുർക്കിയിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ 5 ജില്ലകളിലേക്ക് തീ പടർന്നതായാണ് റിപ്പോർട്ട്. 50,000 പേരെ ഇവിടങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സാധാരണ നിലയേക്കാൾ കൂടുതൽ ചൂട് വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ മിക്ക രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. താപനില ഇനിയും ഉയരുമെന്നും പ്രവചനമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു.